എൻ്റെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ എന്നല്ല, എൻ്റെയും പൊന്നൂസിൻ്റെയും ഒരു ഡിവോഴ്സിൻ്റെ പ്രശ്നം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റുകളും ട്രോളും വീഡിയോസുകളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പൊന്നൂസിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ലാസ്റ്റ് വീഡിയോ. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യില്ല, ഇതൊരു ഞാനൊരു കണ്ടന്റ് ആക്കി ഉപയോഗിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ അത് അവളെ പറ്റി കുറച്ച് നെഗറ്റീവായിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ അങ്ങനെ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കേട്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നി. കാരണം അങ്ങനെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കി നോക്കുക. തല്ലും വഴക്കുകളും പോലീസ് കേസുകളും പ്രശ്നങ്ങളേക്കൊന്നും പോവാതെ നമ്മൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ്. അപ്പോൾ പറയുന്നു ഞാൻ വീണ്ടും, അവളെ ഭാഗത്തൊരു തെറ്റില്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. നമ്മൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എടുത്ത തീരുമാനമാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവൾ തമ്മിലില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഓക്കെ, പക്ഷെ അതൊരു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ മല്ലു ഫാമിലി സുജിൻ്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളി ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന വീഡിയോ. ഇതിന് മുന്നേ ഒരു പോസ്റ്റാണ് ഇട്ടിരുന്നത്. രണ്ടുപേരും പോസ്റ്റാണ്. ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടത് വൈഫിൻ്റെ, പിന്നെ സുജിൻ്റെ യൂട്യൂബിലെ പോസ്റ്റും. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഈ ഒരു വിഷയം സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസാണ്, യൂട്യൂബേഴ്സാണ്, സെലിബ്രിറ്റീസാണ്. ഡെഫിനറ്റ്ലി അവർക്കിടയിലുള്ള പ്രശ്നം അവർ പേഴ്സണലി വെച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പൊതുജനം അത് പുറത്തെടുത്ത് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ചില ആൾക്കാർ, ഞാൻ ചെയ്തിട്ടില്ല, ചില ആൾക്കാർ ഇയാളുടെ വൈഫിനെ പൊന്നൂസിനെ വളരെ മോശമായിട്ട് പറഞ്ഞു. അതായത് ഈ ഒരു പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായത് പൊന്നൂസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് സുജിനിട്ടിട്ടുള്ള ആ ഒരു തംബ്നെയിൽ തന്നെയാണ് ഇപ്പോഴും. ഇതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്ത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന സമയത്തൊക്കെ അത് പൊങ്ങി വരും. ഇവൻ അന്ന് ഈ ഒരു പരിപാടി, അതായത് ആ ഒരു പൊന്നൂസിൻ്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തംബ്നെയിലിടട്ട ഒറ്റ കാര്യം കൊണ്ടാണ് ഇനി എന്ത് തന്നെ ഇഷ്യൂ ഇവർ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ആ പെണ്ണിന് പറയും, അവൻ്റെ വൈഫിനെ പറയും. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുണ്ടെങ്കിലും, ഒരു തെറ്റും ഇല്ലെങ്കിൽ കൂടി നമുക്കിവരുടെ സത്യാവസ്ഥ ഒന്നും അറിയില്ല, ആരുടെ ഭാഗത്ത് തെറ്റ് എന്തെന്ന് അറിയില്ല. ഇവൻ പറയേണ്ടത് ഇവൻ്റെ ഭാഗത്തും തെറ്റില്ല, അവരുടെ ഭാഗത്തും തെറ്റില്ല, അവർക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാരണമാണ് പറയുന്നത്. അവരുടെ ഇഷ്ടമാണ് എന്ത് പുറത്ത് പറയണം എന്നുള്ളത്. ഒന്നും പറയാതെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ നമ്മളാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മല്ലു ഫാമിലിനെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വലിയൊരു പങ്ക് അവരെ കാണുന്ന പ്രേക്ഷകർക്കുണ്ട്. ഡെഫിനറ്റ്ലി ഇന്നും അവരുടെ വളരെ സീരിയസ് ആയിട്ട് ആ ഒരു ലൂപ്പിൽ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും അവരുടെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. കാരണം വെച്ചാൽ അതിൽ എനിക്ക് പേഴ്സണൽ ഇൻബോക്സിലൊക്കെ ഒരുപാട് കമൻറ്റ് ഇട്ടു. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ട്. എന്തായാലും സുജിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോ കാണാം. റീസണായിട്ട് സുജിനൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളത് അവരിപ്പോഴും പറയുന്നില്ല. ഒരു കാര്യം അവർ ആദ്യം പറഞ്ഞതിൽ ഒരു മുൻകൂർ ജാമ്യം ഉണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ എന്നെയും പൊന്നൂസിനെയും ഒരുമിച്ച് സ്കൂളിലും അവിടെയും വെച്ച് കാണാം. എന്നുവെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ മ്യൂച്വലി എടുത്തിട്ടുള്ള തീരുമാനമായതുകൊണ്ടും കുട്ടികളുടെ കുട്ടികളുടെ ഭാവി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചങ്ങാതി എന്തൊക്കെയോ കുട്ടികളെ വിചാരിച്ചിരുന്നൊക്കെ ആയിട്ടുണ്ടോ എനിക്കറിയില്ല. കുട്ടികളുടെ ഭാവിയൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് തുമ്പിലുണ്ടാക്കി. മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ വേറെ കുറേ സീരിയസ് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെയും കമൻസ് കണ്ടു കേട്ടോ. ഈ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ആസ് ലോങ് എസ് അതൊരു ഏതെങ്കിലും വല്ല കമൻസിനും കാര്യങ്ങൾക്കും ഒരു മറുപടി ആയിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ഞാൻ ചെയ്യാറില്ല. ജെന്വിൻ അല്ലാത്ത കേസ് നമ്മളെടുത്ത് ചെയ്യാറില്ല. എന്തായാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് 7 വർഷം നിന്നിട്ടുള്ള രണ്ട് കുട്ടികളുടെ ജീവിതമൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് പുറത്ത് നമുക്ക് തോന്നുന്നു എന്നുള്ള ആൾക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് അവരുടെ ലൈഫ് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ജസ്റ്റ് ചെറിയ പെറ്റി ഇഷ്യൂസിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്തായാലും സുജിൻ്റെ വീഡിയോ കാണാം, കണ്ടു സംസാരിക്കാം. ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം അന്നത്തെ ഒരു ഇതിൽ.
അപ്പോൾ ആ ഒരു വീഡിയോയിൽ ദയെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഭാഗത്താണോ തെറ്റ്? പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ, ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ ഒരു രീതിയിലേക്ക് പോകും എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തോ അങ്ങോട്ട് മെനയാവണില്ല എന്ന് എനിക്ക് കറക്റ്റ് എടുത്തു, മെന വല്ല പറയാം, എന്തോ അങ്ങോട്ട് ഒക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിപ്പോഴും ഇവൻ്റെ ബോഡി ലാംഗ്വേജ് കാണുന്ന സമയത്ത് പല ആൾക്കാരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു അത് പ്രശ്നം സീരിയസ് ആണ് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. പ്രത്യേകിച്ച് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ലൂപ്പിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ബിഗ് ബോസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴും എവിടേക്കോ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിപരമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങൾ തന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ. സോഷ്യൽ മീഡിയയിൽ മല്ലു ഫാമിലിനെ പോലെ അത്രയധികം റീച്ചുള്ള ഒരു യൂട്യൂബർ അവരുടെ ഭാഗത്തു നിന്നൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇന്നത്തെ ഒരു സിനാരിയോ വെച്ച് വളരെ സിമ്പിളായിട്ട് ഏതൊരു കുട്ടിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലുള്ളവരാണെങ്കിലും എല്ലാവരും ഏറ്റെടുക്കുന്നുള്ളത്. മുഖ്യധാര മാധ്യമങ്ങൾ വരെ സംസാരിച്ചു, മനോരമ, ഏഷ്യാനെറ്റ് പോലുള്ള അവർ വരെ ഈ ഒരു വിഷയം ഏറ്റെടുത്തു. അപ്പോൾ സുജിനെ സംബന്ധിച്ച് ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലായിരുന്നു, തുടക്കക്കാരനാണ്. മീൻസ് സോഷ്യൽ മീഡിയയിൽ വ്ളോഗിങ് തുടങ്ങിയെന്ന് മുതൽ സോഷ്യൽ മീഡിയ കാണാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര അറിയില്ലേ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുന്നുള്ളത്? അങ്ങനെ അത്ര അധികം മനസ്സിലാവാത്ത രീതിയിലായോ? അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയും ആയിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ ആ പോസ്റ്റ് അതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു മനോഹാരിത. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നത് ചർച്ച ചെയ്യും. ഇനി സ്ലോലി ഇതിൻ്റെ ഡിസ്കഷൻ വരും. അതായത് ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ പൊന്നൂസിനെ നിങ്ങൾ മോശമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് വരുന്നു. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ച് പേരുടെ റിയാക്ഷൻ വീഡിയോസ് കണ്ടു കേട്ടോ. അതിലൊന്നും ആ പെൺകുട്ടീനെ മോശമാക്കി പറഞ്ഞു കണ്ടില്ല, എവിടെയും കണ്ടില്ല. ഇവനിഷ്ടമല്ല എന്നുള്ള കുറേ ആൾക്കാർ പറഞ്ഞു കണ്ടു. പക്ഷേ ആ കുട്ടിയുടെ കാരണം കൊണ്ടാണെന്ന് അവിടെയും ഇവിടെയും പറഞ്ഞും കണ്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കണ്ടുപെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ ഇവൻ്റെ ഈ ആദ്യത്തെ ആ ഒരു പോസ്റ്റാണ്. അപ്പോൾ സ്ലോലി ഫസ്റ്റ് ഘട്ടമായിരുന്നു ഇവൻ്റെ വീഡിയോ വരുന്നു. എനിക്ക് തോന്നുന്നില്ല ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ഇവൻ ഇനിയും വീഡിയോസ് ഇട്ട് കണ്ടിന്യൂ ചെയ്യും, എനിക്കത് തോന്നുന്നത്. കാരണം വെച്ചാൽ വീണ്ടും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് ഒരു ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള ഒരു അടവാണോ എന്നൊരു ബലമായ സംശയം. ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ പറയാം, അപ്പം അതിൽ അവളെ തന്നെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയാണ്, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറത്താണ് ഒരു അന്നത്തെ നിൻ്റെ തെറ്റുകൊണ്ട് ഇന്നുണ്ടായ പ്രശ്നത്തിൽ ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ കൂടി ആ കുട്ടി നിരപരാധി ആണെങ്കിലും അതിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ കൂടി അന്ന് ഇവൻ ചെയ്തിട്ടുള്ളൊരു കാര്യം കൊണ്ട് ഇന്ന് അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു പരിപാടി കൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് എനിക്ക് പറയാൻ വയ്യ. കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറി കണ്ട സമയത്ത് പറയാൻ വയ്യ. എന്തിനു വേണ്ടിയിട്ട് എനിക്കിപ്പോഴും ഇത് ജെന്യുവിനാന്ന് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും ഒരു പക്ഷേ. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം പറയുകയാണ്, വളരെ റെസ്പെക്റ്റ്ഫുള്ളി പറയട്ടെ. എനിക്കെന്തോ ഇവർ തമ്മിൽ
യഥാർത്ഥത്തിലൊരു പ്രശ്നം, പിരിയത്തക്ക രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ട് തോന്നുന്നില്ല. ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളേനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെന്നെ അറിയിച്ചു. അപ്പം ഞാൻ പറയുകയാണ്, ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകളാക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. അപ്പം ഇനി കുറേ ആൾക്കാരപ്പോൾ വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണെന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കുകയാണെന്ന്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കും, ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താന്ന പരിപാടിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യും. ഞാൻ ഇപ്പം ഇന്ന് അതിലേറെ തരം താണ ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത്. ഞാനങ്ങനെ പറയുന്നില്ല. കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് പറയുന്നത് ഇവൻ റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ്, കാരണം ഒരുപാട് പേരൊക്കെ അങ്ങനെ. ഇപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടു, ആ കമൻറ്റിൽ ഇപ്പോൾ ഈ ഒരു സംഗതി പറഞ്ഞത് ഏകദേശം എനിക്കൊന്ന് 800 ചില്ലാണ് ആൾക്കാരെ കമൻറ്റിന് തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജുള്ള വ്യക്തിയാണ്. എണീറ്റപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ വീഡിയോസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പൊന്നൂസിനെ. അതുപോലെ തന്നെ അതിലെ കമൻസുകളും കാര്യങ്ങളൊക്കെ കുറേ പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ പൊന്നൂസിനെ മോശമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഒരിക്കലും അവളേനെ അങ്ങനെ മോശക്കാരിയാക്കാനോ അല്ലെങ്കിൽ ഒരു കുറ്റം. ഓക്കെ, സോഷ്യൽ മീഡിയ ആണ്, നമുക്ക് ആരുടെയും വായ മൂടി കെട്ടാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരു കോണ്ടൻ്റ് ആയി ഇതിപ്പോൾ ഇവനൊരു സംസാരിക്കാനുള്ള ടോപ്പിക്കായി. ഇനി അടുത്ത ഓരോരോ കാര്യങ്ങളായിട്ട് വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.